നമസ്തേ, ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യാഗങ്ങളെക്കുറിച്ചും യജ്ഞങ്ങളെക്കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡുകൾ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യാഗത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചാണ്. നമ്മൾ ത്രേതായുഗം തൊട്ട് ശ്രീരാമൻ്റെയും അതുപോലെ തന്നെ ദ്വാപരയുഗത്തിലെ ശ്രീകൃഷ്ണൻ്റെയും ഒക്കെ യാഗഭക്തിയെക്കുറിച്ചും അവർ യാഗം ചെയ്തതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകൾ സംസാരിച്ചു. അപ്പോൾ ചിലർ ചോദിച്ചു, വാസ്തവത്തിൽ ഇത് ചരിത്രമാണോ അതോ കഥകളല്ലേ എന്ന്. അവരെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് സിന്ധു സരസ്വതി നാഗരികത കൊണ്ടാണല്ലോ. അറിയപ്പെടുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഭാരതീയർ അവരാണ്. പക്ഷേ അവർക്ക് യാഗപാരമ്പര്യം പോയിട്ട് വേദപാരമ്പര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പിന്നീട് മധ്യേഷ്യയിൽ നിന്നും വന്ന ആര്യന്മാരാണ് വേദങ്ങളും യാഗങ്ങളുമെല്ലാം ഭാരതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നും ഇക്കൂട്ടർ വാദിക്കുന്നുണ്ട്. എങ്കിൽ പിന്നെ ഇന്ന് അതേക്കുറിച്ച് തന്നെ പറയാമെന്ന് കരുതി. യജ്ഞയാഗങ്ങൾ സിന്ധു സരസ്വതി നാഗരികതയുടെ ഭാഗമായിരുന്നു എന്നതിന് ഒട്ടേറെ പുരാവസ്തു തെളിവുകൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും മിക്ക ആളുകൾക്കും അറിയില്ല എന്നത് ദുഃഖകരമായൊരു സത്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ ആര്യനാക്രമണ സിദ്ധാന്തങ്ങളൊക്കെ പരിഷ്കരിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇന്നലെ ഉണ്ടായിരുന്ന ഗോൾ പോസ്റ്റ് ആയിരിക്കില്ല ഇന്ന് ആര്യനാക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. ഇനി ഏതായാലും പറയട്ടെ, രാജസ്ഥാനിലെ കാലിബംഗാനിൽ ഉദ്ഖനനം ചെയ്ത് കണ്ടെത്തിയ കീഴ് നഗരത്തിലെ വീടുകളിലെ പല മുറികളിൽ ഒന്നിൽ ഹോമകുണ്ഡം ഉണ്ടായിരുന്നു. ഇതിൽ കരിയും ചാരവും പോലും ഉണ്ടായിരുന്നു. പാഴ്സികളുടെ സ്വരാഷ്ട്രീയൻ യജ്ഞകുണ്ഡങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഇത് എന്ന് കാലിബംഗാൻ ഉദ്ഖനനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രൊഫസർ ബി ലാല് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. സിറ്റാഡലിൽ കുറെ കൂടി വിപുലമായ ഒരു യജ്ഞവേദി അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ വടക്ക് നിന്ന് തെക്കിലേക്ക് 7 അഗ്നികുണ്ഡങ്ങളുടെ നിര അവിടെ ഉണ്ടായിരുന്നു. കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് യജ്ഞം ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചിരുന്നത്. ഇത് സോമയാഗങ്ങളിൽ നമ്മൾ ധിഷ്ണ്യ എന്നാണ് വിളിക്കുക. സദോമണ്ഡലത്തിൽ വടക്ക് നിന്നും ആരംഭിച്ച് തെക്കിലേക്കുള്ള അഗ്നികുണ്ഡങ്ങളുടെ നിരയാണ് ധിഷ്ണ്യകൾ. കിഴക്കോട്ട് തിരിഞ്ഞാണ് ഇതിൽ ക്രിയകൾ ചെയ്യുക. നിങ്ങൾക്ക് ഏപ്രിൽ 17 മുതൽ 26 വരെ കോഴിക്കോട് നടക്കുന്ന അതിരാത്രത്തിൻ്റെ വേദിയിലേക്ക് വന്നാൽ, കക്കോടി വേദമഹാമന്ദിരത്തിലേക്ക് വന്നാൽ ഈ ധിഷ്ണ്യകളെ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. എന്താണോ കാലിബംഗാനിലുള്ളത് അത് ഇവിടെയും കാണാൻ സാധിക്കും. സെയിം ധിഷ്ണ്യകളാണ് കാലിബംഗാനിൽ കണ്ടെത്തിയത് എന്ന് ചുരുക്കം. ഇത് പാചകത്തിനുള്ള അടുപ്പുകളാകാമെന്ന് ചില ചരിത്രകാരന്മാരൊക്കെ പറഞ്ഞു. അതിന് മറുപടിയായിട്ട് എന്തുകൊണ്ട് അത് ഒരു അടുപ്പുകളല്ല എന്നതിന് കൃത്യമായ തെളിവുകൾ ബി ലാല് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദി റിഗ്വേദിക് പീപ്പിൾ, ഇൻവേഡേഴ്സ്, ഇമിഗ്രൻസ് ഓർ ഇൻഡിജീനിയസ് എന്ന ബി ലാലിൻ്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. കൂടുതൽ പറയാൻ ഈ അവസരം നമുക്ക് ഉചിതമല്ലല്ലോ. പഠിക്കാം എന്ന് മാത്രം പറയട്ടെ. താല്പര്യമുള്ള ആൾക്കാർ ദി റിഗ്വേദിക് പീപ്പിൾ, ഇൻവേഡേഴ്സ്, ഇമിഗ്രൻസ് ഓർ ഇൻഡിജീനിയസ് എന്ന പുസ്തകം വാങ്ങുക, വായിക്കുക. നെറ്റിൽ അത് ലഭ്യമാണ്. ഹരിയാനയിലെ ബനവാലിയിൽ കാലിബംഗാനിന് സമാനമായ ഹോമകുണ്ഡങ്ങൾ വേറെയും കണ്ടെത്തിയിട്ടുണ്ട്. ഗുജറാത്തിലെ ലോത്തലിൽ ഒരു യാഗവേദിയും ഇഷ്ടികകൾ കൊണ്ടുള്ള കുണ്ഡങ്ങളും പോലും കണ്ടെത്തി. ഇതിൽ അതിരാത്ര യാഗശാലയിൽ പ്രാചീന വംശം എന്ന വേദിയിൽ കാണുന്ന വൃത്താകൃതിയിലുള്ള ഗാർഹപത്യാഗ്നിയുടെയും സമചതുരാകൃതിയിലുള്ള ആഹവനീയാഗ്നിയുടെയും കുണ്ഡങ്ങളും പ്രത്യേകം കണ്ടെത്താൻ സാധിച്ചു. ഇത് നിങ്ങൾക്ക് കോഴിക്കോട് വന്നാൽ നേരിട്ട് കാണാൻ സാധിക്കും. ഈ കോഴിക്കോട് ഈ അഗ്നികുണ്ഡങ്ങളും ഒക്കെ അതേപടി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കണ്ടെത്തിയ അഗ്നികുണ്ഡങ്ങളിലെ ചാരവും മറ്റും കൂടെ യജ്ഞം നടന്നിരുന്ന ഇടമായിരുന്നു ഇവ എന്ന് സൂചിപ്പിക്കുന്നതാണ്. സൈന്ധവ ലിപി വായിച്ചെടുക്കുന്നതിൽ ഇന്നും നമുക്ക് ഒരു കൃത്യമായ നിർണയത്തിലെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും ലഭ്യമായ പുരാവസ്തു തെളിവുകൾ തന്നെ യജ്ഞയാഗ സംസ്കാരം ഇവിടങ്ങളിൽ എത്രത്തോളം വ്യാപകമായിരുന്നു എന്ന് കാണിക്കുന്നത് തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു തർക്കമോ സംശയമോ ഇല്ല എന്നതാണ് വസ്തുത. കൂടുതൽ കാര്യങ്ങൾ നാളെയും ഒക്കെ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.